വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു കിടില മീൻ കറിയുടെ റെസിപ്പിയാണ്. ആദ്യം ചട്ടിയെടുത്ത് അടുപ്പത്ത് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ശകലം കടുക് പൊട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് ഉലുവ ഇടാമേ. ഇവിടെ ഞാൻ 1 ടീസ്പൂൺ ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം 1 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. അത് ചുവന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവോള, കറിവേപ്പില ഇത് ഇത്രയും നന്നായിട്ട് ഇട്ട് നന്നായിട്ട് വരട്ടി എടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് നല്ല ചുവന്ന് വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് വരട്ടി കൊടുക്കണേ. എന്നുവെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഒരു ദിവസം മീൻ കറി വെച്ചാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ മീൻ കറി വയ്ക്കും. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടി കപ്പയും കൂട്ടി കഴിക്കാൻ കിടിലൻ ടേസ്റ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലൻ ടേസ്റ്റാണ്. അതിനെന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ ഈ മീൻ കറി തന്നെ കൂട്ടും. അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉണ്ട്. വെച്ചാൽ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി നന്നായിട്ട് കുക്കായി വരുമ്പോൾ പ്രത്യേക ഒരു മണം വരും. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും സവോളയുടെയും ഒരു പ്രത്യേക മണം. അതിനെന്ന് വെച്ചാൽ ഈ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക മണം നമുക്ക് കിട്ടും. അതിന് ശേഷമേ നമ്മളിതിൽ മുളക് പൊടി ചേർക്കാൻ പാടുള്ളൂ. അതിന് മുമ്പ് നമ്മൾ മുളക് പൊടി ചേർത്താൽ ഈ പച്ച സവോളയുടെ ഒരു ടേസ്റ്റ് കിട്ടും നമുക്ക്. നമ്മൾ മീൻ കറി കഴിക്കുമ്പോൾ അത് ചാറിൽ നിന്ന് നമുക്കൊരു ഒരു ടേസ്റ്റ് കിട്ടും. അത് കിട്ടാതെ ഇരിക്കാനാണ് നന്നായിട്ട് ചുവന്നതിന് ശേഷം ഇടാൻ പറയണത്. ഇത് നന്നായിട്ട് കുക്കായി ഇങ്ങനെ വരുമ്പോൾ ഒരു 5 മിനിറ്റ്സൊക്കെ ആവും കേട്ടോ. അത്രയും സമയം വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഇവിടെ 1 സ്പൂൺ മുളക് പൊടിയും 3/4 സ്പൂൺ മല്ലിപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അത്രയും ഇട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മളിവിടെ തേങ്ങ അരപ്പരച്ചാണ് മീൻ കറി വയ്ക്കുന്നത്. അപ്പം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ അരപ്പ് ഇട്ട് അതിനെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. അതിനെന്ന് വെച്ചാൽ നന്നായിട്ട് ഇളക്കി വെച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിക്കണേ. ഇവിടെ ഇച്ചിരി വെള്ളം കൂട്ടിയാണ് മീൻ കറി വയ്ക്കാറുള്ളത്. അപ്പം ഇത്തിരി വെള്ളം ഒഴിച്ച് അതിലേക്ക് ഉപ്പും ഇട്ട്, ഇവിടെ കൊടംപുളി ഇട്ടാണ് മീൻ കറി വയ്ക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒരു 3 കുടംപുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കണം. നന്നായിട്ട് കുക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ നന്നായിട്ട് 10 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കേണ്ട രീതിയിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് തീ നമ്മൾ കുറയ്ക്കണം. എന്ന് വെച്ചാൽ ഈ മീൻ കറിയിൽ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ എണ്ണ തെളിഞ്ഞ് വരില്ല പെട്ടെന്ന്. അപ്പം മീൻ കുക്കാവും, ചാറ് വറ്റിക്കൊണ്ട് പോകും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ നല്ല രീതിയിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ തീ കുറച്ച് കഴിയുമ്പം കണ്ടോ ആ എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങി. അപ്പം ഒരു ഇതിൽ നമ്മൾ വച്ച് കഴിയുമ്പം നല്ല രീതിയിൽ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പം ഇത് എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷമുള്ളത് കണ്ടോ, ഇതിൻ്റെ കൂടെ കപ്പയും കൂട്ടി കഴിക്കാൻ എന്ത് സ്വാദായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണാം. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.